ഇന്ന് നമുക്ക് അച്ഛനും അമ്മയും രണ്ട് മക്കളും ചേർന്ന ചെറിയൊരു കുടുംബത്തിന്റെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന 3 BHK എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും സ്വപ്നമായിരിക്കില്ലേ സ്വന്തമായൊരു വീട്. വാടക വീട്ടിൽ കിടന്നുകൊണ്ട് സ്വന്തം വീട് സ്വപ്നം കാണുന്ന ഒരു കുഞ്ഞു ഫാമിലി. സ്വന്തം വീടെന്ന സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ നേരിടേണ്ടി വരുന്നതോ വലിയ വലിയ പ്രശ്നങ്ങളും തടസ്സങ്ങളുമായിരുന്നു. അതെല്ലാം മറികടന്ന് അവർ സ്വന്തമായൊരു വീട് വാങ്ങിയോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായകനായ വാസുദേവിനെയാണ് കാണിക്കുന്നത്. വാസുദേവിന് സ്നേഹമുള്ള ഭാര്യയും രണ്ടു മക്കളും ചേർന്ന് ഒരു ചെറിയൊരു കുടുംബമാണുള്ളത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. വാസുദേവ് ആണെങ്കിലോ ഒരു ഫാക്ടറിയിലെ അക്കൗണ്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നതും. വാസുദേവിന്റെ ഭാര്യയുടെ പേര് ശാന്തി. ശാന്തി ഒരു ഹൗസ് വൈഫാണ്. മൂത്ത മകനായ പ്രഭു +2 പഠിക്കുന്നു. രണ്ടാമത്തെ മകളായ ആരതിയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാസുദേവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ സ്വന്തമായൊരു വീട് വെക്കണമെന്നാണ്. മക്കൾ രണ്ടുപേരും വളർന്ന് വലുതാകുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിൽ നല്ലൊരു വീട് വെക്കണം, എന്നിട്ട് അവിടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിക്കണമെന്നാണ് വാസുദേവിന്റെ ആഗ്രഹം. ഇപ്പോൾ അവരാണെങ്കിൽ വാടക വീട്ടിലാണ് നിൽക്കുന്നത് പോലും. ഓരോ വർഷവും ഓരോ വാടക വീട്, ഇത് തന്നെയാണ് കണക്ക്. അതുകൊണ്ട് തന്നെ മകളായ ആരതിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. ആരതി പറയുന്നത്, ഓരോ വർഷവും ഓരോ വീട്, അച്ഛാ നമുക്ക് നല്ലൊരു വീട് വെക്കാം. അതിനാണെങ്കിൽ വാസുദേവ് പറയുന്നത് വെക്കണം, പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കുമെന്നാണ്. മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ സ്വന്തമായൊരു വീട് വെക്കുന്നതിന് കുറച്ച് കഷ്ടപ്പാട് കാണുമല്ലോ. വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്ന ആരതി അച്ഛനൊരു ഐഡിയ കൂടി പറഞ്ഞു കൊടുക്കും. അച്ഛാ, ഇത്രയും നാള് നമ്മൾ സേവ് ചെയ്തു, ഇനി അത് ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് കുറച്ചുകൂടി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കാനുള്ളത് കിട്ടുമല്ലോ എന്നുള്ള കാര്യം ആരതി പറയുന്നു. ആരതി പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് സേവ് ചെയ്യുവാനായിട്ടും വാസുദേവ് തീരുമാനിക്കും. വാസുദേവ് ആണെങ്കിലോ മൂത്ത മകനായ പ്രഭുവിനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിക്കുന്നതും, അതും ഒരു പ്രൈവറ്റ് സ്കൂളില്. പ്രഭുവിനെ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തിരിക്കുന്നത് പ്രഭു നന്നായിട്ട് പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണമെന്നാണ് വാസുദേവിന്റെ ആഗ്രഹവും. ആരതിയാണെങ്കിലോ ഗവൺമെന്റ് സ്കൂളിലാണ് ചേർത്തിരിക്കുന്നതും. അവൾ എവിടെ ചേർത്താലും നന്നായി പഠിക്കുമെന്ന് വാസുദേവിനറിയാം, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ പ്രഭുവിനാണെങ്കിൽ പഠിത്തത്തിനോട് വലിയ താല്പര്യമേ ഇല്ല. എന്നാലും തന്റെ അച്ഛൻ കഷ്ടപ്പെടുന്നത് കണ്ട് എങ്ങനെയെങ്കിലും നന്നായി പഠിക്കണമെന്നും പ്രഭു തീരുമാനിക്കുന്നു. ആരതി പറഞ്ഞതുപോലെ തന്നെ വാസുദേവ് ആണെങ്കിൽ ഓരോ മാസവും വരുന്ന ശമ്പളമാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് സേവ് ചെയ്യും. അങ്ങനെ കുറെ നാള് സേവ് ചെയ്ത് ഒരു 7.5 ലക്ഷം രൂപ വാസുദേവിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വീട് വാങ്ങാം, ബാക്കി പൈസയ്ക്ക് ശാന്തിയുടെ സ്വർണമൊക്കെ വിറ്റിട്ടായാലും വീട് വാങ്ങാമെന്നുമൊക്കെ വാസുദേവ് തീരുമാനിക്കുന്നു. അങ്ങനെ ഓരോ മാസവും കുറച്ച് കാശ് കൂടി സേവ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്തായിരുന്നു വാസുദേവിന് സ്കൂളിൽ നിന്നും കോള് വരുന്നത്. അതും പ്രഭു പഠിക്കുന്ന സ്കൂളിൽ നിന്നും. പ്രഭു ആണെങ്കിൽ ഒട്ടും പഠിക്കത്തില്ല, മാത്രവുമല്ല മാത്സിന് ഫെയിലായിരിക്കുകയാണ്. ആ ഒരു വിവരം വാസുദേവ് അറിയും. സ്കൂളിൽ പോയിട്ട് വരുന്ന വാസുദേവ് ആണെങ്കിൽ പ്രഭുവിനെ ഒരുപാട് വഴക്ക് പറയുന്നു. നിന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഫാമിലി ഇരിക്കുന്നത് പോലും. പിന്നെ നിന്റെ സഹോദരിയെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തത് നിന്നെ നല്ല രീതിക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ. അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിട്ടും അവൾ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാ പഠിക്കുന്നത്. നീ അത് അറിഞ്ഞു വേണം പ്രവർത്തിക്കാനെന്നും വാസുദേവ് തന്റെ മകനോട് പറയുന്നു. അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പഠിക്കുവാനായിട്ട് പ്രഭു തീരുമാനിക്കുന്നു. അടുത്തൊരു എക്സാം ആകാറായി, അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു പ്രഭു. പ്രഭുവിന്റെ ക്ലാസ്സില് ഐശ്വര്യ എന്ന പെൺകുട്ടിയുണ്ട്. പ്രഭുവിന്റെ അതേ ലെവലിൽ തന്നെയാണ് അവൾ പഠിക്കുന്നതും. അതുകൊണ്ട് തന്നെ പ്രഭുവിനെയും കൂട്ടി അവളാണെങ്കിൽ ഒരു ട്യൂഷന് പോകുന്നു. അവിടെ വെച്ച് നന്നായിട്ട് പഠിച്ച് ഫൈനൽ എക്സാം നന്നായിട്ട് രണ്ടുപേരും അറ്റൻഡ് ചെയ്യും. ഫൈനൽ എക്സാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞല്ലേ റിസൾട്ട് വരുവുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും പേടിക്കണ്ട, റിസൾട്ട് വരുമ്പോൾ നമ്മൾ രണ്ടുപേരും പാസ്സാക്കുമെന്നും ഐശ്വര്യ അവനെ ഉപദേശിക്കും. അതിനുശേഷം ഐശ്വര്യം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് 1 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ആ 1 മാസം കഴിഞ്ഞാണ് ഐശ്വര്യയും പ്രഭു കാണുന്നതും. അങ്ങനെ രണ്ടുപേരും കൂടി റിസൾട്ട് നോക്കുവാനായിട്ട് പോവുകയാണ്. റിസൾട്ട് വന്നപ്പോൾ പ്രഭു പാസ്സായി, പക്ഷേ ഐശ്വര്യ ഫെയിലായി പോയി. അവൾ അവിടെ നിന്ന് സങ്കടത്തോടെയാണ് പോകുന്നതും. പ്രഭുവിനാണെങ്കിൽ താൻ പാസ്സായെങ്കിലും അത്ര സന്തോഷമൊന്നുമില്ല. അവന്റെ ആഗ്രഹം എന്തെന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുവാൻ പോകണമെന്നാണ്. പക്ഷേ അവന് 75% മാർക്കേ ഉള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേരണമെങ്കിൽ അവൻ എങ്ങനെയാലും ഒരു 80% മാർക്കിൽ കൂടുതൽ വേണം. ആ ഒരു സങ്കടത്തിലായിരുന്നു പ്രഭു. അവനാണെങ്കിൽ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ എന്ന ചിന്തയാണ് കാര്യം. അച്ഛനാണെങ്കിലും ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുള്ള ഓട്ടോ. എന്നാലും അച്ഛനോട് രണ്ടും കൽപ്പിച്ച് അവൻ ആ കാര്യം പറയുന്നു. അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകുവാനാണ് താല്പര്യമെന്ന് അറിഞ്ഞതും അച്ഛനാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന സേവിങ്സ് എല്ലാം കൊടുത്ത് അവനെ ഒരു പ്രൈവറ്റ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കുവാനായും തീരുമാനിച്ചു. എന്നിട്ട് അവനോട് പറയുന്നത്,
നീ പഠിച്ച് നല്ലൊരു ജോലിക്ക് വാങ്ങിയതിനു ശേഷം നല്ലൊരു വീട് നമുക്ക് വെക്കാം. അതിന് നീ ആദ്യം നന്നായിട്ട് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ കാശെല്ലാം അച്ഛൻ ചിലവാക്കാമെന്നും അവനോട് പറയുന്നു. അത് കേട്ട് അവൻ ഒരുപാട് സങ്കടമാകും. കാര്യം ഒരു ആയുസിലെ അച്ഛന്റെ സ്വപ്നമാണല്ലോ ഒരു വീടെന്നുള്ളത്. അതും അച്ഛന്റെ മാത്രമല്ല, ബാക്കിയുള്ളവരുടെ 3 പേരുടെയും സ്വപ്നം കൂടിയായിരുന്നു. എന്നിട്ട് ആ ഒരു കാശെടുത്തല്ലേ ഇപ്പോൾ പ്രഭുവിനെ പഠിപ്പിക്കുവാനായിട്ട് അച്ഛൻ ചിലവാക്കുന്നതും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിക്കണമെന്നാണ് പ്രഭുവിന്റെ മനസ്സിലും. പഠിച്ച് നല്ലൊരു ജോലി, അത് തന്നെയാണ് അവന്റെ ലക്ഷ്യവും. കോളേജിൽ ചേർക്കുവാനായി ചെന്ന സമയത്ത് അവിടുത്തെ മാനേജ്മെന്റ് പറഞ്ഞത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ഇന്നത്തെ കാലത്ത് നല്ലതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വാസുദേവും പ്രഭുവിനെ അതിന് നിർബന്ധിക്കും. അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ അവരിത് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുവാനായിട്ടും വാസുദേവ് ആണെങ്കിൽ പ്രഭുവിനോട് പറഞ്ഞു. എന്നാൽ പ്രഭുവിനാണെങ്കിലോ തനിക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സിന് ചേരുന്നതിന്റെ ബുദ്ധിമുട്ടും അച്ഛനോടാണെങ്കിൽ മറുത്ത് പറയുവാനും വയ്യ. അതുകൊണ്ട് തന്നെ അച്ഛൻ നിർബന്ധിച്ചിട്ട് അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുവാനായും തീരുമാനിച്ചു. അവൻ ഇഷ്ടമല്ലാത്ത കോഴ്സല്ലേ അവൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് അവന് ഏകദേശം 2 വിഷയം കിട്ടിയില്ല. ആ ഒരു കാര്യമാണെങ്കിൽ അച്ഛനോട് പറയുവാനായിട്ടും അവന് ബുദ്ധിമുട്ട്. അച്ഛന്റെ ആകെയുള്ള സേവിങ്സ് എടുത്താണല്ലോ അവനെ പഠിപ്പിക്കുന്നത് പോലും. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ആ ഒരു കോളേജ് കഴിഞ്ഞു പോയി. പക്ഷേ അവൻ പാസ്സായിട്ടില്ല എന്നുള്ള കാര്യം അച്ഛൻ അറിയത്തില്ല. പ്രഭു എങ്ങനെയെങ്കിലും വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരനൊപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുവാനായും തുടങ്ങി. ആ ഒരു കാര്യം ഒരു ഘട്ടത്തിൽ വാസുദേവിന് മനസ്സിലായി. വാസുദേവ് പ്രഭുവിനോട് പറയും, എന്തുണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറയണം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ നിനക്ക് ഞാൻ മാത്രമാ. നിനക്ക് ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി തരാം. നീ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണമെന്ന് പറയുന്നു. പ്രഭു ഫെയിലായ കാര്യം വാസുദേവ് അറിയുകയാണ്. എന്നാൽ വാസുദേവ് ആണെങ്കിലോ പ്രഭുവിനോട് ഒന്ന് ദേഷ്യപ്പെടുകയോ ഒന്നും തന്നെ ചെയ്യുന്നതേയില്ല. എങ്ങനെയെങ്കിലും നീ പഠിക്കണം, പഠിച്ച് പാസ്സാകണം. നീ പഠിച്ച് നല്ലൊരു ജോലിയിൽ കയറിയിട്ട് വേണം നമ്മുടെ കുടുംബം ഒന്ന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നീ നന്നായി പഠിക്കണമെന്നും വാസുദേവ് ആണെങ്കിൽ പ്രഭുവിനോട് പറയുന്നു. അങ്ങനെ പ്രഭു നന്നായിട്ട് പഠിച്ച് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് അവനാണെങ്കിൽ പാസ്സാവുകയാണ്. അതിനുശേഷം ക്യാമ്പസ് ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കും. പക്ഷെ ഒന്നിലും അവൻ പാസ്സാകുന്നതേയില്ല. ക്യാമ്പസ് ഇന്റർവ്യൂവിനൊന്നും പാസ്സാകാത്തത് കൊണ്ട് തന്നെ താൻ ജീവിതത്തിലെ ഒരു പരാജയമാണെന്ന് പ്രഭു മനസ്സിൽ കണക്ക് കൂട്ടുവാനായും തുടങ്ങി. എന്നാൽ മറ്റൊരു വശത്ത് വാസുദേവ് ആണെങ്കിലോ ഓരോ അപ്പാർട്ട്മെന്റ് കാണുമ്പോഴും ഇത് വാങ്ങണോ അത് വാങ്ങണോ എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുമായിട്ട് നടക്കുകയാണ്. തന്റെ ശമ്പളമാണെങ്കിൽ കുറച്ചു കുറച്ചായിട്ട് സേവ് ചെയ്ത് വെക്കുന്നുമുണ്ട്. മാത്രമല്ല വാസുദേവനാണെങ്കിലോ ജോലി ചെയ്യുന്നിടത്ത് നല്ല പ്രഷറും വന്നു തുടങ്ങി. അതേസമയം മാരുതിയാണെങ്കിൽ +2 പാസ്സായി. ഇനി അവൾക്ക് കോളേജിൽ പോകണം. അതിനു വേണ്ടിയിട്ടും നിൽക്കുകയാണ്. ഈ ഒരു പ്രഷറൊന്നും താങ്ങാനാകാതെ ഒരു ഘട്ടത്തിൽ വാസുദേവിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് ഒരു സർജറി ചെയ്താലേ നേരെയാകൂ എന്നുള്ള കാര്യവും അറിയുന്നത്. വാസുദേവിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള സേവിങ്സ് എല്ലാം ഉപയോഗിച്ച് സർജറിയും ചെയ്തു. ഇനി അവർക്ക് ജീവിക്കണമെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ അവർക്ക് കാശ് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ സ്വന്തക്കാരടുത്ത് പോയി കാശ് ചോദിക്കാമെന്നും വാസുദേവ് തീരുമാനിക്കും. ആരുടെ മുന്നിലും കൈനീട്ടാത്ത ഒരാളായിരുന്നു വാസുദേവ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ സഹായത്തിന് വേണ്ടിയിട്ട് ചെല്ലുന്നതും. എന്നാൽ ബന്ധുക്കൾ എല്ലാവരും പറയുന്നത്, നിന്റെ മോനെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു നിൽക്കയില്ലേ, അവൻ എവിടെയെങ്കിലും ജോലിക്ക് കയറട്ടെ, അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞങ്ങളെ കൊണ്ടുവന്ന് കാണീര്, അപ്പോൾ നീ ആവശ്യപ്പെടുന്ന കാശ് ഞങ്ങൾ തരാം, ഞങ്ങൾക്കും ഒരു ഉറപ്പ് വേണ്ടേ എന്ന് പറഞ്ഞ് ബന്ധുക്കളാണെങ്കിൽ വാസുദേവിനെ അപമാനിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. അതെല്ലാം അറിയുന്ന പ്രഭുവിനും വല്ലാതെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രഭുവിനെ തന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഒരു ഫൈനൽ ഇന്റർവ്യൂ നടക്കുകയാണ്. നീ അതിൽ വന്ന് അറ്റൻഡ് ചെയ്തു നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് പ്രഭുവിനോട് പറയുന്നു. അതനുസരിച്ച് പ്രതീക്ഷയോടെയാണ് പ്രഭു ആണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായി വരുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലോ, എല്ലാത്തിലും എന്താ ഫെയിലായി പോകുന്നതെന്നും ഇന്റർവ്യൂ എടുക്കുന്നവർ ചോദിക്കും. അതിന് മറുപടിയായിട്ട് പ്രഭു പറയുന്നത്, കുഞ്ഞുനാൾ മുതലേ തോൽവി എന്താണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞതാ. ജീവിതത്തിൽ തന്നെ ഞാനൊരു പരാജയമാ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മൂവ് ഓൺ ചെയ്യും. നിങ്ങളിപ്പോൾ ഈ ഒരു ജോലി തന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്റെ കാര്യം നോക്കി പോകുമെന്നും പ്രഭു പറയുന്നു. പ്രഭുവിന്റെ ആ മറുപടികളെല്ലാം കേട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് പ്രഭുവിനെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവൻ ആ ജോലിയും കൊടുക്കുകയാണ്. ആ ഒരു സന്തോഷം പ്രഭു തന്റെ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും വന്ന് പറയുന്നു. അവർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. ഇതുവരെയും അനുഭവിച്ച കഷ്ടപ്പാടെല്ലാം തീർന്ന് ഇനി അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വീടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പ്രഭുവും ജോലിക്ക് കയറി. അവന്റെ ജോലിയും നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ജോലിക്ക് കയറി 2-3 വർഷം ആയതുകൊണ്ട് തന്നെ വീടിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുവാനുള്ള അപ്രൂവലും കിട്ടിയിരിക്കുകയാണ് പ്രഭുവിന്. ആ ഒരു
സന്തോഷം അവൻ അച്ഛനോടും അമ്മയോടും ആരതിയോടും ഒക്കെ പറയുന്നു. അവർക്കും പുതിയൊരു വീടാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലും പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന വീടൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവർ. അതേ സമയത്തായിരുന്നു ആരതിക്ക് പ്രായം കൂടി പോകുന്നത് കൊണ്ട് അവളെ നമുക്കൊരു വിവാഹം കഴിപ്പിക്കണ്ടേ എന്നും ശാന്തിയുടെ സഹോദരൻ ചോദിക്കും. എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, അവന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുകയാ. നല്ല പയ്യനും നല്ല ഫാമിലിയും. നമുക്ക് ആരതിയെ കൊണ്ട് ആ പയ്യനെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ശാന്തിയുടെ സഹോദരൻ ചോദിക്കും. വാസുദേവ് ആണെങ്കിൽ അതിന് സമ്മതിക്കും. കാരണം ആരതിക്ക് പ്രായം കൂടിക്കൂടി വരികയാ. വീടെന്നുള്ളൊരു മോഹം ഉപേക്ഷിച്ച് ആരതിയെ നല്ല രീതിക്ക് വിവാഹം കഴിപ്പിക്കണമെന്നായി ഇപ്പോൾ വാസുദേവിന്. അങ്ങനെ പെണ്ണ് കാണുവാനായിട്ട് ചെറുക്കനും വീട്ടുകാരും എത്തുകയാണ്. വിവാഹവും ഉറപ്പിക്കുന്നു. സ്ത്രീധനമായിട്ട് എന്ത് വേണമെന്ന് വാസുദേവ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ട, പക്ഷേ വിവാഹം നല്ല രീതിക്ക് നടത്തി തരണമെന്നും പയ്യന്റെ വീട്ടുകാർ ആവശ്യപ്പെടുന്നു. ആ ഒരു കാര്യം വാസുദേവം അംഗീകരിക്കും. അങ്ങനെ പയ്യന്റെ വീട്ടുകാർ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ഏകദേശം 25 ലക്ഷം രൂപയാകും കല്യാണം നടത്തിയെടുക്കുന്നതിന്. അത് കാരണം അവർക്ക് വല്ലാത്ത ടെൻഷനായി. അതുകൊണ്ട് തന്നെ വാസുദേവും പ്രഭുവും തങ്ങളുടെ സേവിങ്സ് എല്ലാം വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനും തീരുമാനിച്ചു. മാത്രവുമല്ല, വീടിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നല്ലോ, ആ ഒരു കാശും ആരതിയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ എടുക്കും. വീടെന്നുള്ളൊരു സ്വപ്നം അവിടെ വീണ്ടും അവർക്ക് നഷ്ടമാവുകയാണ്. എങ്ങനെയെങ്കിലും സഹോദരിയുടെ വിവാഹം നടത്തുക, അത് തന്നെയാണ് പ്രഭുവിന്റെ മനസ്സിലും. അങ്ങനെ നന്നായിട്ട് ആരതിയുടെ വിവാഹവും കഴിഞ്ഞു. വിവാഹശേഷം പ്രഭു ആണെങ്കിൽ ഒരു വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. പ്രഭു മാത്രമല്ല, വാസുദേവും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് സമ്പാദിച്ച് നല്ലൊരു വീട് വാങ്ങണം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പ്രഭുവിനും പ്രായം കൂടി പോകുന്നു എന്നുള്ളൊരു ചിന്ത വാസുദേവിന് വരുന്നതും. ഇനി പ്രഭുവിനെയും വിവാഹം കഴിപ്പിക്കണമെന്ന ചിന്തയായി വാസുദേവിന്. അപ്പോഴും വീടെന്നൊരു സ്വപ്നം അവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരാളാണെങ്കിൽ പ്രഭുവിനൊരു കല്യാണാലോചന കൊണ്ടുവരുന്നു. പെൺകുട്ടിയാണെങ്കിലോ നല്ല കാശുള്ള വീട്ടിലേത്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും പ്രഭു രക്ഷപ്പെടും. പക്ഷേ പെൺകുട്ടിക്കൊരു കുഴപ്പമുണ്ട്, അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ പ്രഭുവിന്റെ ജീവിതം രക്ഷപ്പെടുമെന്നും അയാൾ പറയുന്നു. വാസുദേവനാണെങ്കിലോ തന്റെ മകൻ നല്ലൊരു നിലയിലെത്തണം, അത് തന്നെയായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ്. പക്ഷേ പ്രഭുവിനാണെങ്കിലോ അതിനൊട്ടും താല്പര്യമേ ഇല്ല. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ എത്തുകയാണ് പ്രഭുവും ആ ഒരു പെൺകുട്ടിയും. അന്നാണ് അവർ ആദ്യമായിട്ട് കാണുന്നത് പോലും. എന്നാൽ ഡ്രസ്സ് എടുക്കുവാനായി എത്തിയ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച പ്രഭു കാണുന്നത്. പ്രഭുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയില്ലേ ഐശ്വര്യ ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നതും. ഇവൾ ഇങ്ങനെ ആകേണ്ടതല്ലായിരുന്നല്ലോ എന്ന ചിന്തയായിരുന്നു പ്രഭുവിന് ഐശ്വര്യ കണ്ടത് മുതൽ വല്ലാത്ത ടെൻഷനും. കാരണം പ്രഭുവിനെ ഒരുപാട് അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, +2 കഴിഞ്ഞ് ഐശ്വര്യ പോയതിൽ പിന്നെ ഐശ്വര്യ ഒരുപാട് പ്രഭു അന്വേഷിച്ച് നടന്നു. പക്ഷെ അവൾ എവിടെ പോയെന്നോ എന്നൊന്നും ആർക്കും അറിയത്തേയില്ലായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഐശ്വര്യ ഇപ്പോൾ കാണുന്നത് പോലും. പ്രഭുവിനാണെങ്കിൽ മറ്റേ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. ആ ഒരു കാര്യമെല്ലാം ഐശ്വര്യയോട് പറയും. അങ്ങനെ പ്രഭുവും ഐശ്വര്യയും സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു പ്രണയം വളരുകയാണ്. ഐശ്വര്യ വിവാഹം കഴിക്കുവാനായിട്ടും പ്രഭു തീരുമാനിക്കും. പ്രഭു ആ ഒരു കാര്യം വന്ന് വാസുദേവിനോട് പറയുകയാണ്. എന്നാൽ വാസുദേവ് പറയുന്നത്, ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം വരെ ഉറപ്പിച്ചിട്ട് അത് എങ്ങനെയാ വേണ്ടെന്ന് പറയാനായി പറ്റുക? നീ എന്തിനാ ഈ ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വാസുദേവ് പ്രഭുവിനെ വഴക്ക് പറയും. ഐശ്വര്യമായിട്ടുള്ള വിവാഹത്തിന് വാസുദേവിന് ഒട്ടും ഇഷ്ടമേ അല്ല. ആ ഒരു കാര്യം വാസുദേവ് തുറന്നു പറയുമ്പോൾ തനിക്ക് തന്റെ ഭാവിയാണ് വലുത്. എന്റെ ജീവിതത്തിൽ ആരെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമല്ലാത്തൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കിഷ്ടമുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണെന്നും പ്രഭു പറയുന്നു. അങ്ങനെ അച്ഛനെ എതിർത്തിട്ട് പ്രഭു ആണെങ്കിൽ ഐശ്വര്യ വിവാഹം കഴിക്കുകയാണ്. അന്നു മുതൽ വാസുദേവ് പ്രഭുവിനോട് മിണ്ടാറ് പോലുമില്ല. അങ്ങനെ ഒരു 2-3 വർഷം കടന്നുപോയി. വാസുദേവും പ്രഭുവിനോട് മിണ്ടാറില്ല, പ്രഭുവും വാസുദേവിനോട് മിണ്ടാറില്ല. പ്രഭുവിനാണെങ്കിലോ എങ്ങനെയെങ്കിലും തന്റെ സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യണം. അവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടും അവൻ ലോൺ എടുത്തിട്ടുണ്ട്, അതും ക്ലോസ് ചെയ്യണം. മാത്രവുമല്ല, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടും വാങ്ങണം. അത് തന്നെയാണ് പ്രഭുവിന്റെ ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അതേ സമയത്തായിരുന്നു അവന്റെ വർക്കിലും നല്ല പ്രഷർ വരുന്നത്. അതുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്യുവാനായിട്ടും പ്രഭു തീരുമാനിച്ചു. ആ സമയത്തായിരുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി പ്രഭു അറിയുന്നതും. പ്രഭുവിന്റെ സഹോദരിയായിട്ടുള്ള ആരതിയാണെങ്കിൽ പയ്യന്റെ വീട്ടിൽ പ്രശ്നമായിട്ട് തന്റെ വീട്ടിലേക്ക് നിൽക്കുവാനായി എത്തും. കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്തായിരുന്നു പയ്യന്റെ വീട്ടിൽ അവളെ വെറും ഒരു അടിമയെ കണക്കാണ് കാണുന്നത്. അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പ്രഭു അറിയുന്നതും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പ്രഭു ചിന്തിച്ചു നിൽക്കുന്ന സമയം അവന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവന് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ പറ്റില്ലയോ? അവന്റെ ജോലിയിലും പ്രഷർ,
അത് കാരണം ജോലിയും കളയേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വാസുദേവ് പ്രഭുവിനോട് ഇനി നീ എന്ത് ചെയ്യാൻ പോവുകയാ, നിന്റെ ജീവിതമേ ഇവിടെ അവസാനിക്കാൻ പോകുന്നുവെന്ന് വാസുദേവൻ പറയുന്നു. അതും കൂടി കേട്ടതോടുകൂടി പ്രഭുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. മാത്രമല്ല പ്രഭു ഒരു കാര്യം കൂടി ചിന്തിക്കും, ഇത്രയും നാള് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അവൻ പഠിച്ചത്. എന്നാൽ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാനായിട്ടും അവൻ തീരുമാനിക്കും. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അതിനുശേഷം ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് നിൽക്കും. എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിച്ചെടുക്കുക, അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യവും. പതിയെ പതിയെ അവന്റെ ജീവിതവും നല്ല രീതിക്ക് മെച്ചപ്പെട്ടു വരികയായിരുന്നു. തന്റെ ആഗ്രഹം പോലെ തന്നെ പ്രഭു ഒരു മെക്കാനിക്കായിട്ട് ജോലിക്ക് കയറുകയാണ്. അവന്റെ ജീവിതം പതിയെ പതിയെ മെച്ചപ്പെട്ടു വരുന്നു. അതേ സമയത്തായിരുന്നു വലിയൊരു ന്യൂസ് പേപ്പർ കമ്പനി അവരുടെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നറിയിക്കുന്നതും. എത്ര മെക്കാനിക്ക് വന്നിട്ടും ശരിയാക്കാൻ പറ്റാത്ത ആ ഒരു മെഷീൻ പ്രഭു ശരിയാക്കിയപ്പോൾ എല്ലാവരും ഇംപ്രസ് ആവുകയാണ്. മറ്റൊരു വശത്ത് ആരതിയാണെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യും. അവൾ അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഇനി അവൾക്ക് അവരോടൊപ്പം ജീവിക്കുവാനായി പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുവാനായിട്ടും ആരതി തീരുമാനിക്കുന്നു. അങ്ങനെ വീണ്ടും കുറെ നാളുകൾ കടന്നുപോയി. പതിയെ പതിയെ ആരതിയും പ്രഭുവും ചേർന്ന് സമ്പാദിച്ച് അവരുടെ അച്ഛൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം നേടിയെടുക്കുകയാണ്. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വന്തമായൊരു വീട്. ആ ഒരു വീടിന് മുന്നിലായിട്ട് അച്ഛനെ കൊണ്ട് നിർത്തുകയാണ്. ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര നല്ലൊരു ഫീലായിരുന്നു. കാര്യം വർഷങ്ങളായിട്ട് ഒരാൾ ഒരു കാര്യം ആഗ്രഹിക്കും, പക്ഷെ ആ ഒരു കാര്യം അയാളെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റുന്നില്ല. അവസാനം അയാൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അയാളുടെ കയ്യിൽ വന്ന് കിട്ടുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമല്ലേ, അത് തന്നെയാണ് ഇപ്പോൾ വാസുദേവനും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിച്ച ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായൊരു വീട്. ആ ഒരു വീട് താൻ നേടിയെടുത്തതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രഭുവും. അച്ഛന് സാധിക്കാത്തത് മക്കൾ സാധിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിലായിരുന്നു വാസുദേവ്. അങ്ങനെ അവർ ഫാമിലി മുഴുവനായിട്ടും തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് താമസിക്കുവാനായി എത്തുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷവും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.